ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന റെസിപ്പി പതിരിൻ്റെ റോസ്റ്റാണ്. അപ്പോൾ ഇത് ആടിൻ്റെ പതിരാണ് കേട്ടോ. അപ്പോൾ ലിവറിൻ്റെ കൂടെ കിട്ടുന്ന സാധനമുണ്ടല്ലോ, അതാണ് ഞാൻ പറയുന്ന പതിര്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനപ്പോൾ ഇത് കുക്കറിലാണ് കേട്ടോ കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ ഈ പതിര് 1 കിലോൻ്റെ അടുത്തുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ വാർത്തിയെടുത്തതാണ്. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണ് മല്ലിപ്പൊടിയും 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും 2 ടീസ്പൂണ് മുളക് പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുത്ത് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അത് കുക്കറിലാണെങ്കിൽ ഒരു 3-4 വിസിൽ വരുമ്പോഴത്തേനും ഇത് നല്ലവണ്ണം കുക്കായി. എന്നിട്ട് ഇത് അതിലോട്ടൊരു അല്പം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇതിൽ നിന്ന് തന്നെ ചൂടാകുമ്പോൾ വെള്ളം ഇറങ്ങി വരും കേട്ടോ. ഇനി ഇതിവിടെ കുക്കാവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള മസാല ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇതിൽ ഒരു വലിയ സവോള കനം കുറച്ച് സ്ലൈസ് ചെയ്താണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ സവോളയാണെങ്കിൽ 2 എണ്ണം എടുക്കാം. 1 ടീസ്പൂണ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഒന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ. പേസ്റ്റ് അല്ല, ഒന്ന് ചതച്ചെടുത്തതാണ്. പിന്നെ ഒരു വലിയ തക്കാളി കട്ട് ചെയ്തും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഈ തക്കാളി ഉള്ളിയൊക്കെ നല്ലവണ്ണം വഴന്നു വരണം. ഇതെല്ലാം നല്ലവണ്ണം ഒന്ന് വാടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് അതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടി കൂടി പോകണ്ട കേട്ടോ, കാരണം അരി വേവിച്ചപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും പിന്നെ 1 ടീസ്പൂണ് പെരിഞ്ജീരകപ്പൊടിയും ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ അതിലൊരു 3 വിസിൽ വന്നപ്പോൾ ഞാൻ കുക്കർ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ നല്ലവണ്ണം കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനപ്പോൾ ആ കുക്കറിലേക്ക് അല്പം വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഫ്ലെയിം ഒന്ന് കൂട്ടിയിട്ട് നല്ലവണ്ണം ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പതിർ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ പത്തിരിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.